സ്വർഗത്തിലെ മാലാഖയ്ക്ക് വലിയ ഒരു വീഴ്ച സംഭവിച്ചതിന് ശേഷം മാലാഖയാണ് പിന്നീട് പിശാചായി മാറിയതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ. അപ്പം സ്വർഗത്തിലെ ദൈവത്തോടൊപ്പമായിരുന്ന മാലാഖ എന്തുകൊണ്ടാണ് വീണുപോയത്? അവിടെ പറയാം അവൻ ദൈവത്തിനെ പോലെ ആവാൻ ശ്രമിച്ചു എന്ന് പറയാം. അതായത് മാലാഖയ്ക്ക് ഒരു ഈഗോ വർക്ക് ചെയ്യാണ്, ദൈവത്തെ പോലെ ആവണം, അല്ലെങ്കിൽ അത്രയും തന്നെ പൊസിഷനിലേക്ക് പോകണം. അപ്പോൾ അവിടെ അയാളെ തോൽപ്പിച്ചത്, ആ മാലാഖയുടെ വീഴ്ചയ്ക്ക് കാരണമായത് ഞാൻ എന്ന ഒരു ഭാവമാണ്. ഈ ആത്മീയ മനുഷ്യരൊന്നും, യഥാർത്ഥ ആത്മീയ മനുഷ്യരൊന്നും ഈ ഐക്ക് പ്രാധാന്യം നൽകുന്നവരല്ല. അത് ഞാൻ എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകുന്നവരല്ല. ഞാൻ എന്ന ഒരു കാര്യത്തിന് അമിത പ്രാധാന്യം നൽകുന്നവർക്ക് ആർക്കും ഒന്നാം പ്രമാണം നന്നായി പാലിക്കാൻ പറ്റില്ല. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിനെ സ്നേഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ഞാൻ എന്ന ഒരു കടമ്പ കടക്കേണ്ടതുണ്ട്. അപ്പൊ മാലാഖയ്ക്ക് പറ്റിയ ഒരു വീഴ്ച പിന്നീട് നിത്യനരകത്തിലേക്ക്, ഒരു രക്ഷ പോലും ഇല്ലാത്ത നിത്യനരകത്തിലേക്ക് ഒരു പിശാചായി മാറുന്നതിന് കാരണമാവുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഒരു മാലാഖയിൽ നിന്നും ഒരു പിശാചാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ആത്മാവിനെ ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ നേതൃനിരയിലുള്ളവർ, നിങ്ങൾ പറയുന്ന ആളുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി കുറച്ച് ഉയർന്നതാണ്, അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചെറിയ ആളോ വലിയ ആളോ എന്ത് തന്നെ ആയാലും അതിന്റെ വിളിയുടെ വ്യത്യസ്തതകൾ ഉണ്ടാകും. എങ്കിൽ തന്നെയും നിങ്ങളുടെ ആത്മാവ് നശിച്ചു പോകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളതുകൊണ്ട് ഈ ഈഗോ, ഈ ഞാൻ എന്ന ഭാവം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില പിടുത്തങ്ങൾ തരും. അത് ചിലപ്പോൾ വീഴ്ചകൾ, തോൽവികൾ, രോഗാവസ്ഥ, പല പല കാര്യങ്ങളായിരിക്കാം. അത് ദൈവം തരുന്നു എന്ന് പറയുമ്പോൾ ദൈവം നിനക്കായിട്ട് തരുന്നതല്ല, അതവിടെ ഉണ്ടാവും, അത് ദൈവം അനുവദിക്കുന്നു. കാരണം നിന്നെ ഹമ്പിളായി നിർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നീ മാലാഖയ്ക്ക് സംഭവിച്ചൊരു കാര്യം, ഇതുപോലത്തെ ഒരു അബദ്ധം നിനക്കും സംഭവിക്കാൻ സാധിക്കും, നമുക്ക് സംഭവിക്കും. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. എനിക്ക് ദൈവത്തെക്കുറിച്ചറിയാം, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയ കർത്താവിനെ കുറിച്ചറിയാം, രാജാവായ ദൈവം, സ്വർഗത്തിലെ ഇത്രയും ശക്തനായ ദൈവം, സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഉടയവൻ, ഇവിടെ വന്നിട്ട് നഗ്നനായി മരിച്ച കർത്താവിനെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു കാര്യം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഞാൻ എന്ന കാര്യം ഭയങ്കരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ മാറ്റി നിർത്തി, എന്നെ വില വച്ചില്ല, ഈ സംഗതി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ന കടമ്പ കടക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ആയി കഴിയുമ്പോൾ, നിങ്ങൾക്ക് കുറച്ച് പണം വന്നു കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഒരു പൊസിഷൻ കിട്ടി കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിയുമ്പോൾ, അപ്പോഴും ഹമ്പിൾ ആയിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ഗ്രേസ് ആവശ്യമാണ്. ദൈവം തന്നെ പഠിപ്പിച്ച പാഠമാണ്. ആ ഗ്രേസ് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ കൃപയിൽ നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഹമ്പിൾ ആയിട്ടിരുന്നാൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ കഴിയൂ. അല്ലെങ്കിൽ എത്ര ഉയർത്തിയാലും നിങ്ങൾ ഹമ്പിളായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു ആത്മാവാകരുത്. നിങ്ങൾ പിശാചിന്റെ പേരിന്റെ നേരെ നിങ്ങളുടെ പേര് അവിടെ വരരുത് എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദൈവം അനുവദിക്കുന്ന ചെറിയ ചെറിയ വേദനകളും വീഴ്ചകളും ഒക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ ഈ മാലാഖയിൽ നിന്നും പിശാചാകാനുള്ള ഒരു സാധ്യത അവിടെ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിങ്ങളെ വേദനിപ്പിക്കാനോ തോൽപ്പിക്കാനോ വേണ്ടിയല്ല, നിങ്ങളെ രക്ഷിക്കാൻ തന്നെയാണ് ചില സങ്കടങ്ങൾ ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്നത്.